അപ്പോൾ ദേ ഇന്ന് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ റെഡ് ക്ലോ ക്രേഫിഷുകളുടെ കുഞ്ഞുങ്ങളെ പിടിക്കാനായിട്ട് വന്നേക്കാണ്. കാരണം ഇന്ന് നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ മെയിലുകളുടെ വാട്ടർ ചേഞ്ച് ഒന്നും കാണിക്കുന്നില്ല. ആദ്യത്തെ 2 ബോക്സിൽ കിടക്കുന്നത് മെയിൽ റെഡ് ക്ലോ ക്രേഫിഷുകളാണ്. ഈ മൂന്നാമത്തെ ക്രേറ്റിൽ കിടക്കുന്നതാണ് ഫീമെയിൽ. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് കുഞ്ഞുങ്ങളൊക്കെ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ വാട്ടർ ചേഞ്ചും കാണിക്കുന്നില്ല. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് പെട്ടെന്ന് കാണിച്ചു പോവാണ്. കുഞ്ഞുങ്ങളെ എടുക്കുന്നതാണ് കൂടുതലായിട്ട് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഈ ട്രേകളാണ് നമ്മൾ കുഞ്ഞുങ്ങളെ ഇടാനായിട്ട് സെറ്റാക്കി വെച്ചിട്ടുള്ളത്. അതിനകത്ത് വെള്ളമൊക്കെ നമ്മൾ ഫ്രഷ് നിറച്ചിട്ടുണ്ട്. ആ ട്രേകളിൽ ഹൈഡിങ് സ്പോട്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കിടക്കുന്നത് മെയിലാണ്. രണ്ടാമത്തെ ബോക്സിലും മെയിലാണ്, മൂന്നാമത്തേലാണ് ഫീമെയിൽ കിടക്കുന്നത്. അപ്പോൾ അതേ കാണുന്നതാണ് നമ്മുടെ ഫീമെയിൽ റെഡ് ക്ലോ ക്രേഫിഷ്. കുഞ്ഞുങ്ങളെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ പണി തുടങ്ങാം. അതിനു മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ എല്ലാത്തിലും വാട്ടർ ചേഞ്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ആദ്യത്തെ 2 ബോക്സിലും വാട്ടർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കിടക്കുന്നത് മെയിലാണെന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ വാട്ടർ ചേഞ്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ ബോക്സിലും മെയിൽ തന്നെയാണ് കിടക്കുന്നത്. ഈ മെയിലിനെയാണ് നമ്മൾ മീറ്റിങ്ങിനായിട്ട് യൂസ് ചെയ്തത്. അപ്പോൾ അതിലെ വാട്ടർ ചേഞ്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വാട്ടർ ചേഞ്ച് ചെയ്യാനുള്ളത് നമ്മുടെ ഫീമെയിൽ റെഡ് ക്ലോ ക്രേഫിഷ് കിടക്കുന്ന ആ ഒരു ക്രേറ്റിലാണ്. ആ ക്രേറ്റിൽ തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതും. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീമെയിലിന് സ്ട്രെസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കുഞ്ഞുങ്ങളെ തിന്നും. അതുകൊണ്ട് നമുക്ക് ഈ PVC ഒക്കെ എടുക്കുന്ന സമയത്ത് വളരെ കെയർഫുള്ളായിട്ട് വേണം എടുക്കാനായിട്ട്. മാത്രമല്ല ഈ കുഞ്ഞുങ്ങളെ പിടിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ നെറ്റ് കൊണ്ടൊക്കെ അതിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിന്നൽ പോലെയാണ് നീങ്ങുന്നത്. അപ്പോൾ ഈ PVC നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് കുഞ്ഞുങ്ങളെ പിടിക്കേണ്ടി വരും. അതെനിക്ക് കാണിക്കാനായിട്ട് പറ്റില്ല, കാരണം നമുക്ക് ക്യാമറയൊക്കെ പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ട്രേ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങളെല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഞാൻ കാണിക്കാം. എത്ര കുഞ്ഞുങ്ങളെ കിട്ടി അത് നല്ല ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾ കാണിക്കുന്നുണ്ട്. കാരണം ഇത്തരം സീനുകളൊന്നും നമുക്ക് റെഗുലറായിട്ട് കാണിക്കാൻ പറ്റില്ല. ബ്രീഡിങ്ങിൻ്റെ ഒക്കെ സമയത്ത് മാത്രം കിട്ടുന്നൊരു ചാൻസ് മാത്രമാണ്. ഇതേ കണ്ടില്ലേ, ഇത്രയും കുഞ്ഞുങ്ങളെയാണ് നമുക്ക് ഇപ്പോൾ ആ ഒരു ക്രേറ്റിൽ, ആ ബോക്സിൽ നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത്. നമ്മൾ PVC എല്ലാം എടുത്ത് മാറ്റി എന്നിട്ട് ഓരോന്നിനായിട്ട് പിടിക്കുകയാണ് ചെയ്തത്. പിടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമ്മൾ നെറ്റ് കൊണ്ടുവന്ന് ചെല്ലുമ്പോൾ ഇവർ നല്ല സ്പീഡിലാണ് നീന്തി പോകുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പകുതിയോളം കുഞ്ഞുങ്ങൾ മാത്രമാണ്. ഇപ്പോഴും ഫീമെയിലിൻ്റെ ടെയിലിൻ്റെ അടിയിൽ കുഞ്ഞുങ്ങൾ ഇരിക്കുന്നുണ്ട്. അവരിപ്പോഴും റിലീസായിട്ടില്ല. അപ്പോൾ ഫീമെയിലിനെ നമ്മൾ തിരിച്ച് അതിലേക്ക് തന്നെ ഇട്ടിട്ടുണ്ട്. ഇനി ആ കുഞ്ഞുങ്ങൾ ഇറങ്ങാനായിട്ട് ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ എടുക്കുമായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലെ തന്നെ വാട്ടർ ചേഞ്ചിൻ്റെ സമയത്ത് കുഞ്ഞുങ്ങളെ പിടിച്ചു മാറ്റാം. അപ്പോൾ ഇത് ആദ്യത്തെ ബാച്ചാണ്. ഇനി വരാൻ പോകുന്നത് രണ്ടാമത്തെ ബാച്ചായിരിക്കും. അപ്പോൾ ഈ ഫസ്റ്റ് ബാച്ചിൽ തന്നെ എത്രത്തോളം കുഞ്ഞുങ്ങളുണ്ട് നിങ്ങളൊന്ന് നോക്കിയേ. നിറച്ച് കുഞ്ഞുങ്ങളുണ്ട്, കണ്ടില്ലേ. ഇത് തീരെ പൊടിക്കുഞ്ഞുങ്ങളും അല്ല. പൊടിക്കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം പെട്ടെന്നൊക്കെ ചത്തുപോകാൻ സാധ്യതയുണ്ട്. ഇത് കുറച്ച് സൈസുള്ള കുഞ്ഞുങ്ങളാണ്. നമ്മൾ ശ്രദ്ധ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനെ റേസ് ചെയ്തെടുക്കാൻ പറ്റും ചത്തുപോകാതെ. പക്ഷേ എനിക്ക് ഒരു ഗ്യാരണ്ടിയും ഇല്ല. കാരണം ഈ ഒരു പരിപാടി ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ബ്രീഡിങ് തന്നെ ആദ്യമായിട്ടാണ് നമ്മൾ ചെയ്തത്. അത് സക്സസ്ഫുള്ളായി. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. കാരണം നമ്മൾ വളർത്തിയ സൈസ് എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ അവിടെ വലിയ സൈസുകൾ കിടക്കുന്നതെല്ലാം നമ്മൾ 2-2.5 ഇഞ്ചിൽ വാങ്ങിയിട്ട് വളർത്തിയതാണ്. ഇത് ചെറിയ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക എന്നുള്ളതാണ്. ബാക്കിയെല്ലാം നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളല്ല. അപ്പോൾ നമ്മൾ ട്രേകൾ എന്തായാലും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഹൈഡിങ് സ്പോട്ട് വെച്ചിട്ടുണ്ട്. ഇവരെ നമ്മൾ ഡിവൈഡ് ചെയ്ത് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അതായത് ഓരോ ട്രേകളിലും ഡിവൈഡ് ചെയ്ത് ഇടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നും നമ്മൾ ചെയ്യുന്നില്ല. ഈ ട്രേ എടുത്തുകൊണ്ട് പോയിട്ട് നമ്മൾ വെള്ളത്തോട് കൂടി 4 ട്രേകളിലായിട്ട് ഡിവൈഡ് ചെയ്ത് അങ്ങ് ഒഴിച്ചാൽ മതി. പിന്നെ അതിനകത്ത് നമ്മളിന്ന് കുറച്ച് ഫുഡ് ഫീഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബീറ്റാ ഫിഷിന് കൊടുക്കുന്ന ഒരു പെല്ലറ്റ് കുറച്ച് സ്പ്രെഡ് ചെയ്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആ ഒരു ട്രേകളിൽ ഇട്ട് കൊടുക്കാനാണ് വിചാരിക്കുന്നത്. കാരണം ഇവർ തീർച്ചയായിട്ടും രാത്രി ഫുഡ് തപ്പി ഇറങ്ങും. അപ്പോൾ അവർ കഴിക്കാൻ സാധ്യതയുണ്ട്. രാവിലെ വന്ന് നോക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഈ പെല്ലറ്റൊക്കെ അവരിങ്ങനെ പൊടിച്ചിട്ടിട്ടുണ്ടായിരിക്കും. അത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇവർ കഴിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ള കാര്യം. തീർച്ചയായിട്ടും കഴിക്കാൻ തന്നെയാണ് സാധ്യത. കാരണം ഇവർ ആ ഫീമെയിലിൻ്റെ ആ ഒരു കൂടെ കിടന്നിട്ട് ഇവർ ഈ ഫുഡൊക്കെ കഴിച്ച് തുടങ്ങിയിട്ടുണ്ട് ഓൾറെഡി. കാരണം നമ്മൾ ഫീമെയിലിന് ഫുഡ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളും ആ ഫുഡിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ച് അവർ ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇവർ കുറച്ച് സൈസ് വെച്ചിട്ടുള്ളത് ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ്. ഈ കുഞ്ഞുങ്ങളെ ചത്തുപോകാതെ റേസ് ചെയ്തെടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് എന്നെ സംബന്ധിച്ച്. അതിനായിട്ട് നമുക്ക് ഈ ട്രേകൾ റെഗുലറായിട്ട് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതിൽ ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റ്, അതുപോലെ ഫുഡിൻ്റെ വേസ്റ്റ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സൈഫൺ ഉപയോഗിച്ച് അത് ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ടോപ്പപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ പിടിച്ച് മാറ്റിയതിന് ശേഷം അടിയിലുള്ള അഴുക്കെല്ലാം നമ്മൾ സൈഫൺ ഉപയോഗിച്ച് വലിച്ചു കളഞ്ഞു. അതിനുശേഷം PVC തിരിച്ച് അറേഞ്ച് ചെയ്തു. ഫീമെയിൽ കുഴപ്പമില്ലാതെ ഒരു PVCക്കകത്ത് പോയി ഇരിക്കുന്നുണ്ട്. സ്ട്രെസ് ഒന്നും അടിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. നമ്മൾ കുഞ്ഞുങ്ങളെ പിടിക്കുന്ന സമയത്ത് പുള്ളിക്കാരി ഇറങ്ങി വന്നിരുന്നു. പക്ഷേ വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. അതിനുശേഷം നമ്മൾ എല്ലാ കുഞ്ഞുങ്ങളെയും ഈ ട്രേകളിലേക്ക് ഡിവൈഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അവർ അടിയിൽ കിടന്ന് നടക്കുന്നുണ്ട്. ക്യാമറയിൽ ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടുന്നില്ല. ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഒരു പൊട്ട് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അനങ്ങുന്നത് കാണാം. നമ്മൾ പിന്നെ പെല്ലറ്റ് ഫുഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബീറ്റാ ഫിഷിൻ്റെ ആ ഒരു ചെറിയ സൈസ് പെല്ലറ്റ് ഫുഡ് ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇടുന്ന സമയത്ത് നമുക്കത് റെക്കോർഡ് ചെയ്യാനും കാര്യങ്ങളൊന്നും പറ്റിയില്ല. കാരണം നമ്മൾ കുറച്ച് സ്ട്രെസ്സിലായിരുന്നു. കാരണം കറക്റ്റ് ക്വാണ്ടിറ്റി തന്നെ നമുക്ക് ഡിവൈഡ് ചെയ്ത് ഇടണമല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചിട്ടാണ് ഇട്ടത്. കാരണം നമ്മൾ ഒഴിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ ഒരു ട്രേയിൽ വല്ലാതെ കൂടി പോകാനൊന്നും പാടില്ല. അപ്പോൾ നമ്മൾ കറക്റ്റ് ശ്രദ്ധിച്ചാണ്
ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരേപോലെ വരുന്ന രീതിയിൽ നമ്മൾ ഇങ്ങനെ ചെരിച്ച് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരേപോലെ തന്നെയാണ് എല്ലാത്തിലും പോയിട്ടുള്ളത് എന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് വേറൊന്നും ചെയ്യാനില്ല. ഡെയിലി വന്ന് ഈ ഒരു ട്രേകൾ ചെക്ക് ചെയ്യുക, വേസ്റ്റ് വലിച്ച് കളയുക, കുറച്ച് വെള്ളം ടോപ്പ് ചെയ്ത് കൊടുക്കുക. അത്രയും കാര്യങ്ങൾ മാത്രമേ ചെയ്യാനുള്ളൂ. അതിനുശേഷം പുതിയ ഫുഡ് ഫീഡ് ചെയ്യുക. കുറച്ചുകൂടി ഹൈഡിങ് സ്പോട്ടുകൾ ഈ ട്രേകളിലൊക്കെ സെറ്റ് ചെയ്യാനായിട്ടുണ്ട്. കാരണം കുറേ PVC പൈപ്പുകൾ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ആ വലിയ ക്രൈഫിഷുകൾ കിടക്കുന്ന ക്രേറ്റുകളിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ 3-4 PVC പൈപ്പ് മാത്രമാണ് ഒരു ട്രേയിൽ നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. മിനിമം ഒരു 4-5 ഒക്കെ വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം കുഞ്ഞുങ്ങളെ എണ്ണത്തിൽ കൂടുതലുള്ളതുകൊണ്ട്. പിന്നെ ഇവർ കുറച്ച് വലുതായി വരുമ്പോൾ വലിപ്പ വ്യത്യാസം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വലുത് ചെറുതിനെ അറ്റാക്ക് ചെയ്ത് കഴിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇവർക്ക് ആ ഒരു കാനിബലിസ്റ്റിക് സ്വഭാവമുണ്ട്. അപ്പോൾ അത് പരമാവധി ഒഴിവാക്കാനായിട്ട് നമ്മൾ ഹൈഡിങ് സ്പോട്ടുകൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ എന്തായാലും ഇത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഈ ഒരു ബ്രീഡിങ്ങും കാര്യങ്ങളും എല്ലാം ഫസ്റ്റ് ടൈമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നിറച്ച് കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങളെയും കൂടി ക്ലിയർ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ക്ലിയർ ആയിട്ട് തന്നെ ചെയ്തത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ കിട്ടുന്നതും ഇതുപോലെ ട്രെയിലിട്ട് നിങ്ങളെ കാണിക്കുന്നതും എല്ലാം നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു എന്താ പറയുക ഓപ്പർച്യൂണിറ്റി അല്ല, അല്ലെങ്കിൽ അവസരമല്ല. വല്ലപ്പോഴും ഒക്കെ നമുക്ക് കിട്ടുന്ന ഒരു ചാൻസ് ആണ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ബ്രീഡിങ് കാര്യങ്ങളെല്ലാം എപ്പോഴാണ് നടക്കുന്നത് നമുക്ക് തന്നെ അറിയില്ല. ഇനിയിപ്പോൾ ബ്രീഡിങ് നടക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു മുട്ടകൾ വിരിയാനായിട്ട് എടുക്കുന്നത് ഏകദേശം 45 ദിവസമൊക്കെയാണ്, 50-55 ദിവസമൊക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ അത്രയും ലെങ്തി ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കുഞ്ഞുങ്ങളൊക്കെ ഞാൻ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.